ഇന്ന് ഞാൻ അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരിയാണ്. അരുന്ധതി ദേവിയുടെ ഈശ്വരന്റെ തെറ്റുകൾ എന്ന പുസ്തകത്തിന് ബുക്കർ പ്രൈസ് എന്ന് പത്രങ്ങളിൽ തലക്കെട്ടുകൾ കണ്ടപ്പോൾ എന്റെ മനസ്സ് തുടിച്ചിട്ടുണ്ട്, തുള്ളിയിട്ടുണ്ട്. പക്ഷേ ഞാൻ എഴുതിയ ആദ്യ ലേഖനം ഞാനും ഞങ്ങളും ഈ കോളേജിന്റെ നോട്ടീസ് ബോർഡിൽ പതിച്ചപ്പോൾ അതാരൊക്കെ വായിക്കുന്നുണ്ടെന്നറിയാൻ ഞാൻ ആ നീണ്ട ഇടനാഴിയിലൂടെ പല പ്രാവശ്യം വെറുതെ നടന്നിട്ടുണ്ട്. അതിന്റെ ആത്മസംതൃപ്തി ലോകം തന്ന അംഗീകാരത്തിനും വളരെ മുകളിലായിരുന്നു. എന്നും ഓർമ്മയുണ്ട്, ഞങ്ങൾ 5 പേർ: സുനന്ദ, കീർത്തി, അഭിരാമി, ഞാൻ, പിന്നെ ജാനകി. ഞങ്ങളുടെ കയ്യെഴുത്ത് മാസിക, അതെഴുതി തയ്യാറാക്കാനുള്ള ആവേശം, ഹോസ്റ്റൽ മുറിയിലെ ചായപ്പെട്ടികൾ, പെൻസിലുകൾ, നിറമുള്ള മഷിക്കുപ്പികൾ, അതിന്റെ നിറം വീണ ചായക്കപ്പുകൾ, കുളിമുറിയിലെ സിമന്റ് തറയിൽ ഉരച്ചിട്ടും പോകാത്ത വിരലിലെ ആ നിറങ്ങൾ. അതെ, ആ കൂട്ടുകാരികളുടെ ആ ദിവസങ്ങളുടെ നിറം ഇന്നും എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. ആ സുഹൃത്ത് ബന്ധങ്ങളാണ് ഇന്നും എന്റെ ഓർമ്മച്ചെപ്പിലെ പവിഴമുത്തുകൾ. Our honorable chief guest ACP Gayatri Verma to say a few words. ഈ കോളേജിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിനി എന്ന നിലയിൽ ഗായത്രിയെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഞാനും ഈ കോളേജിലൊരു പഴയ വിദ്യാർത്ഥിനിയാണ്. ശ്രീമതി അരുന്ധതി പറഞ്ഞ സുഹൃത്ത് ബന്ധത്തെക്കുറിച്ച് ഞാനും കേട്ടു. ഒന്ന് ചോദിച്ചോട്ടെ അരുന്ധതി, പത്രങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും അവരൊക്കെ ഇപ്പോഴും അരുന്ധതി അറിയും. പക്ഷെ അരുന്ധതിക്കറിയോ അവരൊക്കെ എവിടെയാണെന്ന്? ജാനകി ഒറീസയിൽ കളക്ടറായിരുന്നു, ഇപ്പൊ എവിടെയാണെന്ന് അറിയില്ല. മറ്റുള്ളവരൊക്കെ വിവാഹം കഴിച്ച് ഓരോരോ ഇടങ്ങളിലാണ്. അതെ, ഓരോരോ ഇടങ്ങളിൽ. എവിടെയാണെന്നറിയില്ല. ഓർമ്മയിൽ മാത്രം പവിഴമുത്തുകൾ. അരുന്ധതിയെ ഞാൻ കുറ്റപ്പെടുത്തുകയല്ല. ഈ നാട്ടിലെ പെൺകുട്ടികളുടെ വിധിയാണത്. കോളേജിലെ ആത്മസുഹൃത്തുക്കൾ, ഊണിലും ഉറക്കത്തിലും പിരിയാനാവാത്ത ഹൃദയബന്ധമുള്ളവർ കോളേജ് ജീവിതം കഴിഞ്ഞ് എന്നേക്കുമായി പിരിയുന്നു, എവിടെയെന്നും എന്തെന്നും അറിയാതെ. പക്ഷെ ആൺകുട്ടികൾ, പുരുഷന്മാർ അവരുടെ സുഹൃത്ത് ബന്ധം വീണ്ടും നിലനിർത്തുന്നു. സായാഹ്നങ്ങളിൽ, ക്ലബ്ബുകളിൽ, തിയേറ്ററുകളിൽ, ബാറുകളിൽ, ചീട്ടുകളി സ്ഥലങ്ങളിൽ വീണ്ടും ആ സുഹൃത്തുക്കൾ കണ്ടുമുട്ടുന്നു, ആ ബന്ധം നിലനിർത്തുന്നു. പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹശേഷം ഭർത്താവും കുട്ടികളും കുടുംബവും മാത്രമാകുന്നു ജീവിതം. അതുവരെയുള്ള ആത്മസുഹൃത്തിന്റെ സ്ഥാനം പിന്നിലേക്ക് മാറുന്നു, മെല്ലെ മെല്ലെ മായുന്നു. പിന്നെ പവിഴമുത്തുകളായി വല്ലപ്പോഴും ഓർമ്മിക്കാൻ മാത്രമായി സൂക്ഷിക്കുന്നു. ഒരു പഴയ പൊടി പിടിച്ച ഓട്ടോഗ്രാഫിലൂടെ, അല്ലെങ്കിൽ നിറം മങ്ങിയ ഒരു പഴയ ഫോട്ടോഗ്രാഫിലൂടെ. അല്ലേ, ഇതല്ലേ നിങ്ങളുടെയൊക്കെ സുഹൃത്ത് ബന്ധം?